എനിക്ക് ഒത്തിരി നീഡ്സ് ഉണ്ട്. ഞാൻ വളരെ ഡിമാൻഡിങ് ആണ്. കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഒന്നും തിരിച്ചു കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആരും അതൊന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പലരും എടുക്കുന്ന ഒരു ഉചിതമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത്. ഞാൻ ഒരുപാട് ഡിമാൻഡ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ നീഡ്സ് ഹെവിയാണ്, അതുകൊണ്ടാണ് എന്റെ പാർട്ട്ണറിന് അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ആക്ച്വലി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ല, പക്ഷെ യു ആർ ആസ്കിങ് ദ റോങ് പേഴ്സൺ എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് അത് ചെയ്തു തരാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ നീഡ് പ്രസന്റ് ചെയ്യുന്ന വേ എന്ന് പറയുന്നതും തെറ്റായിരിക്കും. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കില്ല ഒന്നുകിൽ നിങ്ങൾ നീഡ് പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് റോങ് ആയ ഒരു പേഴ്സണിലേക്കാണ്. നിങ്ങൾ എത്ര ചോദിച്ചാലും തരാൻ അവർക്ക് മനസ്സില്ല. അവർ അത്രയൊക്കെ അതിന് വില നൽകിയിട്ടുള്ളൂ എന്നുള്ളത്. പൊതുവെ നമ്മുടെ ബന്ധങ്ങളിലും ഒരു വ്യക്തിക്കും ഒക്കെയുള്ള നീഡിനെ ബേസിക് ലെവല് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് നീഡായിട്ടും ന്യൂറോട്ടിക് നീഡ്സ് ആയിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഈ ന്യൂറോട്ടിക് നീഡ്സ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്, ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം ഓക്കെ ന്യൂറോട്ടിക് ആണ്, നമുക്ക് അത്രയൊന്നും ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ബേസിക് ആയിട്ട് ഒന്ന് സംസാരിക്കാമോ, കുറച്ച് സമയം കൂടുതൽ ഇരിക്കാമോ, എനിക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തു തരാമോ, ഇതൊക്കെ എത്ര കെഞ്ചി കേട്ടിട്ടും അവർ ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ യു ആർ ആസ്കിങ് ദ റോങ് പേഴ്സൺ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങള് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ ഡിമാൻഡിങ് ആകുന്നു, അല്ലെങ്കിൽ യു ആർ ആസ്കിങ് ടു മച്ച് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പലപ്പോഴും പല ബന്ധങ്ങളിലും ടോക്സിക് ആയിട്ടുള്ള ലൂപ്പുകളിൽ പെട്ടുകിടന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ സ്വന്തം സെൽഫ് ഇമേജ് പോലും ശരിയല്ലാത്ത രീതിയിൽ മാറുന്നവരെയാണ് നമ്മൾ കാണുന്നത്. എന്റെ സെൽഫ് ഇമേജ് ഒക്കെ പോയിട്ടുണ്ട്. കാരണം ഞാൻ എന്താണ് വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലായിരിക്കും പലരും പിന്നീട് പ്രസന്റ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് റിലേഷൻഷിപ്പ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾ റോങ് ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും ജീവിതത്തിൽ ഇതുവരെയും കണ്ടുമുട്ടിയിട്ടുള്ളത്. അവരോടും താങ്ക്ഫുൾ ആണ്, കാരണം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവണമല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി വേണം ബന്ധത്തിൽ നിൽക്കാൻ. സ്വന്തം സെൽഫ് ഇമേജും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് സ്വയം സെൽഫ് ബ്ലെയിം ചെയ്യുന്ന മാത്രം രീതിയിൽ ഒരു ബന്ധവും നിങ്ങൾക്ക് ഡിസേർവിംഗ് അല്ല. നിങ്ങൾ കുറച്ചുകൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് മാത്രം കരുതുക.